നമസ്കാരം. മലയാളി വാർത്ത ലൈവിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വയലിസ്റ്റ് ബാലഭാസ്കർ, നമ്മൾ ആ പേരങ്ങനെ മറക്കാൻ സാധ്യതയില്ല അല്ലെ. കേരളക്കരയ്ക്ക് ഒരുപാട് പ്രിയങ്കരനായിരുന്ന, ഹൃദയത്തോട് ചേർത്തിരുന്ന ഒരു മ്യൂസീഷ്യൻ. അദ്ദേഹം മരിച്ചിട്ട് ഏതാണ്ട് 6 വർഷം പൂർത്തിയാവുകയാണ്. ഈ നിമിഷം വരെയും അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹത എന്താന്ന് ചുരുളഴിക്കാൻ സാധിച്ചിട്ടില്ല. കാണിച്ചു കൊടുത്തവർക്കും കണ്ടെന്ന് പറഞ്ഞവരെയും വിശ്വാസത്തിലെടുക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും ജനങ്ങൾക്ക് എല്ലാവർക്കും, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും, അദ്ദേഹത്തിന് പ്രിയമായിരുന്ന എല്ലാവർക്കും തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ യഥാർത്ഥ കാരണം അറിയാൻ തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. അതിന്റെ പിന്നിലെ കരാളഹസ്തങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ നല്ല ആഗ്രഹം തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാരനായവരെ ചൂണ്ടിക്കാണിക്കാനായി ഒരുപാട് തെളിവുകൾ, അല്ലെങ്കിൽ ദൃക്സാക്ഷി, ഒരേ ഒരു ദൃക്സാക്ഷി, ലൈവായിട്ട് കണ്ട ഒരു ദൃക്സാക്ഷി എല്ലാവർക്കും ആ പേരും അറിയാമെന്ന് തന്നെയാണ് വിശ്വാസം. പ്രിയപ്പെട്ട കലാഭവൻ സോബി ജോർജ് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടും മുഖവിലേക്ക് എടുക്കാത്ത നിയമത്തിനോടും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികൾക്കും അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ ശക്തിയോടെ കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാം, അദ്ദേഹത്തിന് എന്താണ് പ്രിയപ്പെട്ട ബാലഭാസ്കറിന്റെ മരണത്തെക്കുറിച്ച് ഇനിയും പറയാനുള്ളതെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാം. സർ, നമസ്കാരം. ഈ ചോദ്യത്തിൽ തന്നെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ബാലഭാസ്കറിന്റെ അപകട മരണം ചുരുളഴിയാത്തതെന്ന്. അഴിയാത്തതല്ല, അത് അഴിക്കാത്തതാണ്. അതാണ് സത്യം. ലോകത്തിലെ ഒരു കലാകാരനും ഇതേമാതിരി ഒരു ഗതികേട് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ഒരു കലാകാരനും. കാരണം വെച്ച് കഴിഞ്ഞാൽ, ബാലഭാസ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഇനി എത്രയോ കോടിക്കണക്കിന് ആരാധകർ ഉണ്ടായിരുന്നാണ്. അതുകൂടാതെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച മ്യൂസീഷ്യൻസ്, ഇവരെയൊക്കെ ഓർത്ത് സഹതാപമേ നമുക്ക് തോന്നുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയൊരു കലാകാരൻ മരിച്ചിട്ട് എന്തെങ്കിലും ഒരു ഈ പറഞ്ഞവരുടെ ഭാഗത്തു നിന്ന് ഒരു അനക്കം പോലും ഉണ്ടായിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ സെപ്റ്റംബർ 25-ന് വെളുപ്പിന് 3:30-ക്കും 4:00-ഇടയ്ക്കാണ് പുള്ളിയുടെ അപകടം നടക്കുന്നത്. ഒക്ടോബർ 2-നാണ് അദ്ദേഹം ഈ ലോകത്തുനിന്ന് അണിയറയിലേക്ക് മടങ്ങുന്നത്. 6 വർഷം ആവാൻ പോവാ. ഇത്രയും കാലമായിട്ടും ഞാൻ ഇതിന്റെ പുറകെ തന്നെ നിന്നിട്ട് ഒത്തിരി ദുരന്തങ്ങളും നേരിടേണ്ടി വന്നു. ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇതൊന്നും കണ്ട് ഞാൻ ഇതിൽ നിന്നൊട്ട് പിന്മാറാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ, CBIയുടെ ആദ്യത്തെ ഒരു യൂണിറ്റ് ഇത് അന്വേഷിച്ചു കഴിഞ്ഞിട്ട് അവര്, ഞാൻ പറഞ്ഞ നുണയാണ്, CBIനെ ഞാൻ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കേസ് കൊടുത്തത്. ഒരു സാക്ഷിയുടെ പേരിലും ഇന്നേ വരെ ഇന്ത്യയുടെ CBIയുടെ കേസിന്റെ ചരിത്രം എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ, CBIനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാക്ഷിയുടെ പേരിൽ അവർ കേസെടുത്തിട്ടില്ല. അവർ എന്റെ പേരിൽ മാത്രമാണ് കേസെടുത്തത്. എന്തുകൊണ്ട് അവർ എന്റെ പേരിൽ മാത്രം കേസെടുത്തു? ഞാൻ എന്താണ് അവരെ വഴിതെറ്റിച്ചത്? ഇതൊക്കെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി CBIയോട് ചോദിച്ചത്. ആ കേസ് ബഹുമാനപ്പെട്ട കോടതി വളരെ വിമർശനത്തോടു കൂടി തന്നെ CBIക്ക് എതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് ആ കേസ്, എനിക്കെതിരെ CBI കൊടുത്ത കേസ് തള്ളിയത്. അതൊന്നും ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചില്ല, ഒന്നും കണ്ടില്ല. പിന്നെ ബാലഭാസ്കറിന്റെ കേസ് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇപ്പൊ തന്നെ എന്നോട് ചോദിക്കുന്നത്, എന്തിനാണ് ഇതിന്റെ പുറകെ നിൽക്കണേ എന്ന് ചോദിക്കണേ. ആൾക്കാർ നമ്മളെ മാനസികമായിട്ട് തളർത്താനാണ് നോക്കണത്. അതുകൊണ്ടൊന്നും ഞാൻ തളർന്നു വീഴാനായിട്ടൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പൊ 2ാമത്തെ യൂണിറ്റ് വന്നു. അദ്ദേഹം എന്നെ 2-3 പ്രാവശ്യം വിളിപ്പിച്ചു. ഞാൻ പോയി കുറെ മൊഴികൾ കൊടുത്തു. ലാസ്റ്റ് ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ 2024 മാർച്ച് 14-ന് തിരുവനന്തപുരത്ത് CBI ഓഫീസിൽ ചെന്നിട്ട് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണം, അത് ലൈവ് വിടണം. എന്റെ കണ്ടീഷൻ അതായിരുന്നു, ലൈവ് വിടണം അത്. കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ജനം കേൾക്കട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അബോധാവസ്ഥയൊക്കെ എടുക്കുമ്പോഴായിരിക്കും ഇവര് നമ്മുടെ ബ്രെയിൻ മാപ്പ് ചെയ്യാൻ നമ്മൾ അബോധാവസ്ഥയിലാക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇവരെന്തായിരിക്കും കോടതിയിൽ മൊഴി കൊടുക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ ഇത്രയും കാലത്ത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പറയുന്ന മൊഴി അല്ല കോടതിയിലേക്ക് ചെല്ലണം. അപ്പൊ അത് ലൈവ് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞ, ലോക ജുഡീഷ്യറി ചരിത്രത്തിലില്ല ഇങ്ങനെ ബ്രെയിൻ മാപ്പ് ചെയ്യുന്ന ഒരാളുടെ ലൈവ് വിടാനായിട്ട്. അതിന് പ്രത്യേക ഓർഡറൊക്കെ ഞാൻ മേടിച്ച് സംഘടിപ്പിച്ച് കൊണ്ടു കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകണം. വേറൊരു കേസിൽ, സാമ്പത്തിക കേസിൽ പെടുത്തി. സാമ്പത്തിക കേസുകൾ ഉണ്ട് എനിക്ക്, അതില്ലാന്ന് ഞാൻ പറയില്ല. എനിക്കിന്റെ അതിന് ഉത്തരവാദിത്വം കലാഭവന് തന്നെയാണ്. കലാഭവന്റെ 1987 തൊട്ടുള്ള വിദേശ പര്യടനങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ എന്ത് ആരും അത് അന്വേഷിക്കാത്ത, ആദരണീയനായ പാറേക്കാട്ട് തിരുമേനി ദാനമായിട്ട് കൊടുത്ത 10 സെന്റ് സ്ഥലത്താണ് കലാഭവൻ ആ വെളിച്ചം പടുത്തുയർത്തിയത്. ഇപ്പൊ ഏകദേശം 35 കോടി രൂപയുടെ ആസ്തിയുണ്ട്. പാട്ട്
പാടി നാട്ടിക്കട നടന്ന് 35 കോടി രൂപയുടെ സ്വത്തുണ്ടാവും, അതൊന്നുമില്ല. പക്ഷെ കുറെ കാര്യങ്ങൾ എന്നോടുകൂടി മണ്ണടിച്ച് പോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാണ്ടും ഈ കേസുകളിൽ ഇങ്ങനെ പെട്ട് ജയിൽവാസവും കോടതിയായിട്ട് കയറി കിടക്കണം. അതിനൊരു ശാശ്വതമായ പരിഹാരം ഉടനെ ഉണ്ടാവും ഉടനെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ ഈ ബാലഭാസ്കർ കേസ് വന്ന സമയത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങണേ അപ്പൊ ഇങ്ങനെ ഇതിന്റെ കേസ് പറഞ്ഞുകൊണ്ട് വരും. അതങ്ങനെ ഒഴിവാക്കി വിടാനാണ് ശ്രമിച്ചത്. ഈ കേസ് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരു 10-29 അക്രമങ്ങൾ എനിക്കെതിരെ എന്റെ ഓഫീസിന് നേരെ കോതമംഗലത്തുണ്ടായി. അതൊക്കെ കൊണ്ട് എന്റെ അടുത്തുള്ള സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഊന്നൽ പോലീസ് സ്റ്റേഷനാണ്. ഊന്നലിൽ കൊണ്ട് എന്റെ സ്റ്റാഫ്, എന്റെ പേഴ്സണൽ സ്റ്റാഫാണ് രേഖ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ തന്നെ അവർ പറയാ സ്വാഭാവികമായിട്ട് സാമ്പത്തിക ഇടപാടുള്ള ആൾക്കാരായിരിക്കും പറഞ്ഞ് വെറുതെ തള്ളിക്കളയും അവര്. ഈ ഇട വന്ന കുറച്ചൊരു അക്രമി സംഘത്തെ വീഡിയോ സഹിതം ഉൾപ്പെടെ കിട്ടി. അവരെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഈ ബാലഭാസ്കർ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു തുമ്പ് അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ പോലീസ് നമ്മളോട് നന്നായിട്ട് സഹകരിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പൊ CBI അന്വേഷിച്ച് കണ്ടെത്തിയില്ലെങ്കിൽ ഊന്നൽ പോലീസിനെ അത് കണ്ടെത്തി എന്തെങ്കിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെ വിശ്വസിക്കണം. പിന്നെ ബാലഭാസ്കർ കേസിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ CBI എന്താണ് ഈ ചെയ്യുന്നത്? ഞാനിപ്പോ എന്റെ അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു, ഞാൻ ജാമ്യത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് 3-4 പ്രാവശ്യം കേസ് അന്വേഷിക്കുന്ന സജി ശങ്കർ സാറിനെ വിളിച്ചു. അദ്ദേഹം ഫോൺ എടുത്തില്ല. പിന്നെ മെസ്സേജ് ഞാൻ അയച്ചു, അദ്ദേഹം മെസ്സേജ് കണ്ടിട്ട് വിളിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തിനെ ചാർജിൽ നിന്ന് മാറ്റിയൊന്നും എനിക്കറിയില്ല. സംശയമുണ്ട്, മാറ്റിയെന്നുള്ള കാര്യം സംശയമുണ്ട്. ഇതിന്റെ ചുരുളഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമാണ്. എന്തുകൊണ്ടാണ് എന്നെ അവർ ബ്രെയിൻ മാപ്പ് ചെയ്യാത്തത്? എന്തുകൊണ്ട് നമ്മൾ നമ്മളെ ബ്രെയിൻ മാപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ നിരുത്സാഹപ്പെടുത്തുക. ഞങ്ങള് സോബിനെ ബ്രെയിൻ മാപ്പ് ചെയ്യുമ്പോൾ ഞാൻ തന്നെയായിരിക്കും ചോദിക്കുമ്പോൾ 2018 സെപ്റ്റംബർ 25 വെളുപ്പിന് എന്താണ് സോബി അവിടെ കണ്ട്, ഇത് മാത്രമായിരിക്കില്ല ചോദിക്കുന്നത്. സോബി എവിടെ ജനിച്ചു, എന്താണ് സോബിയുടെ ജീവിതം, ഇങ്ങനെ ചോദിച്ചു വന്നിട്ടാ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ആൾക്കാർ കേട്ട ഛേ എന്ന് അറക്കണ വൃത്തിയോടൊന്നും ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ കേട്ടോട്ടെ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ കേട്ടോട്ടെ. പിന്നെ അങ്ങനെ വരുമ്പോഴാണ് ആ ബ്രെയിൻ മാപ്പിങ്ങിലായിരിക്കും നമ്മൾ പറഞ്ഞ ഈ കേസിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഇസ്രായേൽ സ്ത്രീ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ട്. ഇസ്രായേൽ ജോലിയാണ്, കോതമംഗലം സ്വദേശിനി. അവരിപ്പോ കുടുംബസമേതം UK-ക്കോ ഇംഗ്ലണ്ട് വേറെ എങ്ങാണ്ട് ജർമ്മനിക്കോ അങ്ങനെ എങ്ങോട്ട് പോയിന്നോ നമ്മൾ അറിയാൻ കഴിഞ്ഞ. ഒരു ജനറൽ നഴ്സിംഗ് മാത്രം പഠിച്ച അവര് എങ്ങനെയാണ് ഈ ബാലഭാസ്കർ കേസിൽ ഇതിങ്ങനെ മാറി വന്നു കഴിഞ്ഞപ്പോ അവരെങ്ങനെ യൂറോപ്പിലെത്തി, ഈ വിവരങ്ങളൊക്കെ അന്വേഷിക്കണം. അപ്പൊ അവരാരായിരുന്നു നമ്മൾ വെളിപ്പെടുത്തും. പിന്നെ ഞാൻ ഇപ്പോഴും നമ്മൾ ഇത്രയും നാള് നമ്മള് കുറച്ച് അടുത്തടുത്ത ആൾക്കാർ പേര് പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ പറയണം, ഇന്ത്യയിലെ ഒരു ദേശീയ പാർട്ടിയുടെ ഒരു പ്രമുഖ രാഷ്ട്രീയക്കാരൻ ഈ കേസിൽ ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ താങ്കൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ ദേശീയ പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ അതിൽ ശക്തരായ മനുഷ്യപ്പോ താങ്കൾക്ക് ആ പാർട്ടിയുടെ പേര് പറയാൻ സാധിക്കും? അതിനുള്ള ധൈര്യം ഉണ്ടോ ചാനലിലൂടെ? അല്ല, ധൈര്യക്കുറവിന്റെ അല്ല എന്ന് പറഞ്ഞില്ല. ഞാൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ഒറ്റപ്പെടും. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞു ഏതെങ്കിലും ദേശീയ പാർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഉദ്ദേശിച്ചു. അപ്പൊ ആ ദേശീയ പാർട്ടി എന്ന് പറഞ്ഞൊക്കെ ഇന്ത്യയിലെ ദേശീയ പാർട്ടി ആയിട്ട് നിൽക്കുന്ന കേരളത്തിൽ എത്ര പേരുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ഊഹിച്ചെടുക്കാവുന്ന കാര്യമുള്ള അതാണ്. ഞാൻ അതിലൊരാളുടെ പേര് ആ ഒരു പാർട്ടി പറഞ്ഞാൽ ദേശീയ നേതൃത്വമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആളാരാന്ന് കണ്ടെത്താൻ വളരെ ഒരു വിഷമമില്ല. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടും. നേരെ മറിച്ച് ഞാൻ ബ്രെയിൻ മാപ്പിങ്ങിൽ അത് പറയൂലോ. ഈ ബ്രെയിൻ മാപ്പിങ്ങിൽ അത് പറയുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരും ഭയക്കേണ്ട കാര്യമില്ല. ഞാൻ അബോധാവസ്ഥയൊക്കെ എടുത്ത് പറയണില്ലേ. അതുകൊണ്ടാണ് ഞാൻ ബ്രെയിൻ മാപ്പിങ്ങിന് നിർബന്ധപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ CBI എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യാത്തതെന്ന് ഞാൻ ചോദിക്കുന്നത്. എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യാൻ പറയുമ്പോഴത്തേനും അപ്പത്തേക്ക് എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാക്കി അവർ കൊണ്ടുവന്നിട്ട് ജയിലിൽ പിടിച്ചിരിക്കുക. അവരെന്നല്ല പറഞ്ഞാൽ അവരുമായിട്ട് ബന്ധപ്പെട്ട പോലീസിന്റെ അസാധ്യമായിട്ടുള്ള കളികൾ ഇടപെടലൊക്കെ ഇതിന്റെ അകത്ത് വന്നിട്ട് പെടുവാണ്. എന്താണ് നിസ്സാര സാമ്പത്തികമായിട്ടുള്ള കേസുകൾ അതില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ കേസുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തത്തിന്റെ അന്വേഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പുറകെ ചെന്ന് എത്തുന്നത് കലാഭവനായിട്ടുള്ള ഇടപാടിലെ ബന്ധമാണ്. അത് 1987 കലാഭവന്റെ വിദേശയാത്രകൾ അന്വേഷിക്കാത്ത എന്ത്? ഇവരൊക്കെ അന്തസ്സുള്ളതിനെ അന്വേഷിക്കണം. ഞാൻ ജയിലിലാക്കിയ ശേഷം കലാഭവനിലെ ഈ കലാകാരന്മാരെ എല്ലാവരും തന്നെ കലാഭവനിൽ നിന്ന് വന്നൊരു രക്ഷപ്പെട്ടുണ്ട്. ഇത്രയും നാളായിട്ട് കലാഭവനിൽ നിന്ന് ഈ പരിപാടിക്ക് നിന്നിട്ട് അവര് പ്രമുഖരായിട്ടുള്ള എല്ലാവരും ഒപ്പം വർക്ക് ചെയ്തിരിക്കുന്ന അയാളൊരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു സോബിക്ക് കലാഭവൻ എന്നുള്ള പേര് ഉപയോഗിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞു. കലാഭവന്റെ താഴെ തൊട്ട് കലാഭവന്റെ ബോർഡ് മെമ്പർ വരെ ആയി നിന്നേക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ഈ പറഞ്ഞ ആളെ ബോർഡ് മെമ്പറായിട്ട് തെരഞ്ഞെടുക്കാൻ നേരത്ത് അതിനകത്ത് നോമിനിയായിട്ട് ഒപ്പിട്ടേക്കുന്ന ആളാണ് ഞാൻ. എന്നിട്ട് അതേമാതിരിയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് നമ്മളെ മാനസികമായിട്ട് അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് നമുക്ക് ഈ ജനങ്ങളുടെ ഇടയിൽ നമ്മളെയൊക്കെ എതിർപ്പ് സമ്പാദിക്കാന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. എന്റെ പേരിൽ ഒരു പീഡന കേസില്ല, വേറെ അടിപിടി കേസില്ല, മദ്യപിച്ചു എന്നുള്ള കേസില്ല, ലഹരികൾ ഉപയോഗിച്ചു എന്നുള്ള കേസില്ല, കള്ളക്കടത്തിൽ ഇതൊന്നുമില്ല. ആ പടം സാമ്പത്തിക കേസുണ്ട്. അതിന്റെ ഇരട്ടി സ്വത്തുള്ള ആൾ തന്നെ ഞാൻ കൊടുക്കാനായിട്ട്. അത് കൊടുക്കാത്തതിന്റെ കാരണം ഉണ്ടെങ്കിൽ അത് ഞാൻ അധ്വാനിച്ചെടുക്കുന്ന പൈസ കൊടുക്കേണ്ട കാര്യമില്ല. അതിങ്ങനെ പാരമ്പര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ കലാഭവന്റെ ബാധ്യതയാണത്. അപ്പൊ അതും ഈ ബാലഭാസ്കർ കേസുമായിട്ട് ആൾക്കാർ കൂട്ടിക്കൊടുക്കുന്നതുകൊണ്ടാണ് ഈ കേസിലേക്ക് ആൾക്കാർക്ക് ഇറങ്ങാൻ നേരത്തെ ഒരു മടി വന്നത്. അപ്പൊ
ഞാൻ ഇപ്പോഴും ശക്തമായിട്ട് പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യാൻ ഇതിന്റെ ഏത് അധികാര സ്ഥാനത്തുള്ളവരാണെങ്കിലും ഞാൻ വെല്ലുവിളിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യുന്നത്? നിസ്സാരമായിട്ട് നിങ്ങളൊന്ന് നോക്കിക്കേ. കാരണം വെച്ചാൽ ഞാൻ ചാനലിക്കടി ഈ പറഞ്ഞ CBI കൊടുത്ത കത്തും എന്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്, അതിന്റെ കോപ്പി ഇരിപ്പുണ്ട്. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണം. നമ്മളിത് പറയല്ലേ, എന്തുകൊണ്ട് ഇവര് ചെയ്യുന്നില്ല? എന്തുകൊണ്ടാണ് ഇവര് ബ്രെയിൻ മാപ്പ് ചെയ്യാത്തത്? അത് ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഈ ബാലഭാസ്കറിന്റെ കേസിൽ. അതല്ലാണ്ട് നമുക്ക് ഇപ്പൊ 6 വർഷം ആവുകയാണ്. 6 വർഷം എന്ന് പറഞ്ഞൊന്ന് ആലോചിക്ക്. ബാലുവിന്റെ കൂടെ നിന്ന ഒരു കലാകാരൻ പോലും ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ അവര് പറയട്ടെ, ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് ഓപ്പോസിറ്റ് ചെയ്യട്ടെ. അതല്ല പറ്റും. നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യേണ്ട. അപ്പൊ സോവി പറഞ്ഞ ശരിയല്ല എന്ന് അവർ പറയട്ടെ. ആ ശരിയല്ല എന്ന് പറയുന്നതിന് കണ്ണിക്കാനുള്ള കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഒരാൾ ഓപ്പോസിറ്റ് വന്നിട്ട് പറഞ്ഞ സോവി പറഞ്ഞ ശരിയല്ല, അത് അങ്ങനെയല്ല എന്ന് ആരെങ്കിലും മുന്നേ വന്നിരുന്ന് പറയുകയാണെങ്കിൽ അവരെ ഖണ്ഡിക്കാനുള്ള കാര്യം തെളിവ് എന്റെ കയ്യിലുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഇത്രയും, അതായത് മ്യൂസിഷ്യൻ ബാലഭാസ്കർ മരിച്ചതിന് ശേഷം താങ്കൾ ഒരുപാട് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നു. താങ്കളുടെ രക്തബന്ധത്തിലുള്ള ഒരാളല്ല അല്ലെ, താങ്കൾക്ക് നേരത്തെ പരിചിതനായ ഒരാളല്ല. എല്ലാവരെ പോലെ താങ്കൾക്ക് ഇഷ്ടമുള്ള ഒരു മ്യൂസീഷ്യൻ ആയിരുന്നു ഈ ശ്രീ ബാലഭാസ്കർ. പിന്നെ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഇത്രയും ശക്തമായിട്ട് രക്തബന്ധമല്ലാത്ത, സുഹൃത്തുക്കൾ ആരും മുന്നോട്ട് വന്നില്ല. കേസിന്റെ എല്ലാവരും അനുശോചനവും കാര്യങ്ങളും ഒക്കെ അറിയിച്ചു എന്നല്ലാതെ ഒരിക്കലും ആരും മുന്നോട്ട് അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടായിട്ട് വന്നത് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും പിന്നെ താങ്കളുമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൽ ശക്തമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ താങ്കളോട് ചോദിക്കും, താങ്കളുടെ ഇനിയും താങ്കൾ ഓരോ നിമിഷവും ഭയത്തോടു കൂടിയാണോ ജീവിക്കുന്നത്? മുന്നോട്ട് പോകും? അതായത് ഇതിന് പിന്നിലുള്ള ഇത്രയും CBI പോലും കേസ്, ഈ പറയുന്ന ബ്രെയിൻ മാപ്പിംഗ് പോലും ചെയ്യാൻ മടിക്കി നിൽക്കുന്ന അത്രയും കടുകട്ടിയായ ദുഷ്ട ആൾക്കാർ ഇതിന് പിന്നിലുണ്ടെന്ന് താങ്കൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും വിശ്വസിക്കണേ. ഒരാളുടെ മരണം ഒരാളെ അപായപ്പെടുത്തുന്നത് കണ്ണി കണ്ട ഒരു ഹതഭാഗ്യനാന്ന് പറയാനേ പറ്റുള്ളൂ. ആ ഒരു സമയത്ത് ഞാൻ അവിടെ ചെന്ന് പെട്ടയിൽ ദുഃഖിക്കുന്നുണ്ട് ഇപ്പൊ സത്യത്തില്. കാരണം വെച്ചാൽ വേറെ ഒന്നും ആയിട്ടല്ല, പേടിച്ചിട്ടല്ല, ഇത് തെളിയിക്കാൻ പറ്റാണ്ട് പോകാനുള്ള വിഷമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ഈ 6 വർഷമായിട്ട് നമ്മൾ എടുക്കുന്ന പെയിൻ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിക്കുക. എല്ലായിടത്തും ചിലയിടത്ത് ചെല്ലുമ്പോൾ അവഹേളനയാണ്, ചിലയിടത്ത് ചെല്ലുമ്പോൾ അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് വിഷയമാക്കാനുള്ള, നമ്മൾ ഇതിനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് അപ്പോൾ നമ്മുടെ ഒപ്പം നിൽക്കുന്ന രാമൻ കർത്ത സാറ്, അദ്ദേഹം അഡ്വക്കേറ്റ് രാമൻ നല്ല ശക്തമായിട്ട് തന്നെ സാറ് നിൽക്കണം നമ്മുടെ കൂടെ. പിന്നെ ബാലുവിന്റെ ഒക്കെ വീട്ടിലെ സ്ഥിതി എന്ന് വെച്ചാൽ ബാലുവിന്റെ അച്ഛനും അമ്മയ്ക്ക് 2 മക്കളാണ്. എന്നിട്ട് ബാലു പിന്നെ പുള്ളിയുടെ മൂത്ത ഒരാളും. ആ പുള്ളിക്കാരത്തി ഈ ഇടം മരിച്ചുപോയി, 1 മാസം മുമ്പ് മരണപ്പെട്ടു പോയി അവര്. അപ്പൊ ആ അച്ഛനും അമ്മയും ഉള്ളൂ. ഇന്നാളെ എന്നെ വിളിച്ചിട്ട് ഉണ്ണിച്ചേട്ടൻ കരയാ, ഇനി എനിക്ക് ആരുമില്ല, ഞാൻ എന്തിനാ ലോകത്തിന് ജീവിക്കണം ചോദിച്ചാൽ ആ മനുഷ്യന്റെ ഒരു ആഗ്രഹമുള്ളത്. ഇത് എന്താണ് സംഭവിച്ചത്? അപ്പൊ CBIയുടെ 2ാമത് അന്വേഷിച്ച യൂണിറ്റ് ചെന്നപ്പോ എന്നോട് പറഞ്ഞു, സോബി ഇതെങ്ങനെ ഇനി തെളിയിക്കാൻ പറ്റും? ഇത്ര വർഷമായ കേസല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ പല കേസുകളും ക്രൈം നടന്നിട്ടുണ്ട്, പ്രതികളിലേക്ക് എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത പലതും നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ അതേമാതിരി പറയാ, ബാലഭാസ്കറിന്റെ കേസിൽ ക്രൈം നടന്നിട്ടുണ്ട്, പ്രതികളിലേക്ക് എത്താൻ പറ്റില്ല എന്ന് പറയാം. ഞാൻ നിർത്തിയേക്കാം, അത് നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ പറ്റില്ല എന്നുള്ളൂ. ഏതെങ്കിലും കാലത്ത് എന്റെ മരണത്തിന് മുമ്പ് ഞാൻ ആ പേര്, ഞാൻ കണ്ട ആളുടെ പേര് പറയും. നമ്മൾ മരിക്കാൻ കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല, ജീവിതത്തിൽ മരിക്കാൻ കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണെങ്കിൽ പോലീസോ മജിസ്ട്രേറ്റുമാരും വന്ന് മൊഴി എടുക്കുന്ന കേൾക്കണം, മരണമൊഴി എടുക്കുന്ന. ആ മരണമൊഴി എടുക്കുന്ന സമയത്തും എനിക്ക് വേറെ ഒന്നും പറയാണ്ടാവില്ല, ഈ ബാലഭാസ്കറിന്റെ കൊലയാളികളെ കുറിച്ചാണ് പറയാനുള്ളത്. ഞാൻ പറഞ്ഞപ്പോ ഇത്രയും നാൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു ഇതിന്റെ അത് രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലാന്ന്. ഞാൻ അതിന് മിണ്ടാണ്ടിരുന്ന കേട്ടോണ്ടിരുന്ന. കാരണം വെച്ചാൽ തെളിയിച്ച് പോവാണെങ്കിൽ പോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ഇപ്പോഴും പറയാണ്, ഇന്ത്യയിലെ ഒരു ശക്തമായ ഒരു ദേശീയ പാർട്ടിയിലെ ഒരു കേരളത്തിലെ ഒരു ശക്തനായ നേതാവ് ഇതിനകത്ത് നല്ല രീതിയിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. കേസ് ഒതുക്കാനായിട്ട് നേരിട്ട് എനിക്ക് തെളിവുണ്ട്, അതിനകത്ത് നേരിട്ട് തെളിവുണ്ട്. അതിലേക്ക് എത്തും, അല്ലെങ്കിൽ എത്തിക്കുക. ഇതിലേക്കൊക്കെ എത്താൻ വളരെ ഈസി മാർഗം. ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. ഞാൻ പറയുകയാണ്, എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യോ എന്ന് പറയണേന് ഇവർക്ക് എന്താണ് വിഷമം, എന്താണ് പ്രശ്നം? ഒരാളെ ബ്രെയിൻ മാപ്പ് ചെയ്യണമെങ്കിൽ ഒത്തിരി പ്രൊസീജിയറൊക്കെ ഉണ്ട്, അതിന് അവരുടെ പേപ്പർ മേടിക്കണം. ഇത് നമ്മൾ പറയല്ലേ, എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്തോ എന്ന് പറഞ്ഞു. ഏതോ സിനിമയിൽ പറയണില്ല, എന്റെ എന്തോ തെളിവെടുത്തെടുത്തെന്ന് പറഞ്ഞു ജഗതിച്ചേട്ടൻ പറഞ്ഞമാതിരി നമ്മൾ പറഞ്ഞു. ജഗതിച്ചേട്ടൻ പറഞ്ഞമാതിരി വളരെ സീരിയസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു ഇത്രയും വലിയൊരു കലാകാരൻ, ബാലുവിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കലാകാരന്മാർ, ബാലുവിനെയൊക്കെ സ്നേഹിച്ച് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കലാകാരന്മാരൊക്കെ വെറും വാഴപ്പിണ്ടികളാന്നാ പറയാനുള്ളൂ. വെറും വാഴപ്പിണ്ടികൾ അവരൊക്കെ എന്തെങ്കിലും അവർക്കൊക്കെ എന്തെങ്കിലും അന്തസ്സുണ്ടോ എന്നൊക്കെ. അവർക്കൊക്കെ ചുണയുണ്ടെങ്കിൽ അവർ എന്നെ എതിർക്കട്ടെ. ഇയാൾ വെറും തട്ടിപ്പുകാരനാണ്, ഇയാൾ പറഞ്ഞതിൽ ഒരു കാര്യമില്ലെന്ന് അവൻ തന്തയ്ക്ക് പറഞ്ഞവനാണ്. എന്റെ ബോധമൊക്കെ പറയട്ടെ, അവന്റെ ചെവിട് അടിച്ചിട്ട് മറുപടി പറയാനുള്ള തെളിവുകൾ എന്റെ അടുത്തുണ്ട്. അവനൊക്കെ ഇപ്പോഴും ഞെളിഞ്ഞൊക്കെ സ്റ്റേജൊക്കെ ഇരുന്ന് പെർഫോം ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ ഇപ്പോഴും കേസുമായിട്ട് നടക്കണമെങ്കിൽ അത് തെളിയിച്ചിട്ടേ സോവി ജോർജ് ഈ ലോകത്തുനിന്ന് പോകും. അത് മാറ്റാനായിട്ട് ആരെങ്കിലും തിരിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് ശക്തമായ നിയമ നടപടികൾ തന്നെയായിരിക്കും. കോടതികളെല്ലാം നല്ല സപ്പോർട്ടോടുകൂടി തന്നെയാണ്
പുനരന്വേഷണത്തിന് വെച്ചിട്ടുണ്ട്. 3 മാസം എന്ന് പറഞ്ഞ താൻ ഇപ്പൊ 9, 10, 12 മാസം ആവാൻ പോവാണ് ഈ പുനരന്വേഷണം തീരണില്ല. അപ്പൊ ഇനി എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുക. ഒരു കാരണവശാലും ഒരു ശക്തിക്കും എന്നെ ഈ ബാലഭാസ്കർ കേസിൽ നിന്ന് തിരിച്ചു എടുക്കുക. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥ എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കുക എന്നുള്ള, അതും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കേസിന് ഇറങ്ങിയോണ്ടാണ് ആ ജയിൽവാസത്തിന് വരെ പോകേണ്ട വന്നത്. അതും അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് ഇതൊക്കെ മാനേജ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചു നന്നായിട്ട്. ഇപ്പൊ ജയിലിൽ പോയാൽ എങ്ങനെ മാനേജ് ചെയ്യാം, ഒരു കേസ് വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യാം, ഒരു ശത്രുക്കൾ വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം സ്ഥലത്ത് എനിക്ക് ഭീഷണി വരികയാണെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യാം, ഇതൊക്കെ ഞാൻ നന്നായിട്ട് പഠിച്ചിരിക്കണം. അതുകൊണ്ട് എന്നെ തോൽപ്പിക്കാന്ന് ഒരുത്തനും വിചാരിച്ച് ഈ കാര്യത്തിന് മെനക്കെട്ട് വരണം. ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുക. ബാലുവിന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും പുള്ളിയുടെ സുഹൃത്തുക്കൾ, അടുത്ത സുഹൃത്തുക്കളായിട്ടിരുന്ന കലാകാരന്മാരോട് ഞാൻ പറയണം, നേരിട്ടൊരു സംവാദത്തിന് നിങ്ങൾ ഏതെങ്കിലും ചർച്ചയിൽ തയ്യാറാണോ? എന്നെ എതിർക്കാൻ നേരിട്ട് ഫേസ് ടു ഫേസ് ഇരിക്കണം. ഒളിച്ചിരുന്നിട്ട് അവിടെ ഇരുന്ന് നമ്മളിപ്പോ ഇത് പറയുമ്പോൾ എന്റെ അടുത്ത് ഇയാൾ തട്ടിപ്പാണ്, ഇയാൾ മറ്റവനാന്ന് പറയാനായിട്ട് ആപ്പാട് സാമ്പത്തിക ഇടപാടില്ല പറയാനുള്ളൂ. അല്ലാണ്ട് ഞാൻ പെണ്ണ് പിടിക്കാൻ പോയിന്നോ കള്ളക്കടത്ത് നടത്താൻ പോയിന്നില്ലല്ലോ. സാമ്പത്തിക ഇടപാടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്, അതിന് തർക്കിച്ചിട്ടില്ല. അതിന്റെ ഇടപാട് വന്ന് കലാപന്റെ 87 തൊട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചാൽ എല്ലാവർക്കും ബോധ്യമാവും. അപ്പൊ അത് പറഞ്ഞൊന്നും ഒതുക്കാനൊന്നും ആരും നോക്കണ്ട. ബാലഭാസ്കർ കേസ് ഇവിടെ സംസാരിക്കുക, അപ്പൊ നമുക്ക് അതിന് ഉത്തരം കിട്ടും. ഈ ബാലഭാസ്കറിന്റെ ഭാര്യ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹം ലക്ഷ്മി, അവര് ബാലഭാസ്കറിന്റെ ഭാര്യ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന കാർ ആക്സിഡന്റിൽ ഭാര്യ ഒപ്പം. ഓക്കെ, അപ്പൊ ഞാനോടത്തിന് ഞാൻ എന്തെങ്കിലും അബദ്ധം പറഞ്ഞോ? ശരി. അപ്പം 5 വർഷമായിട്ട് അവര് നിശബ്ദയായിട്ടിരിക്കുകയാണ്. 5.5 വർഷം, 6 വർഷമാകുന്നു. തീർച്ചയായിട്ടും ഏറ്റവും ആദ്യം, അതായത് ഇത്രയും പ്രശസ്തനായ, വളരെ അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചു വരുന്നതാണ്. അവര് ഭയങ്കര മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിൾ എന്നറിയപ്പെട്ടിരുന്ന ഒരുപാട് എന്ന് അവർ തന്നെ പറഞ്ഞിരുന്നത്. അതായത് വനിതാ മാഗസിൻ ഷൂട്ട്സിലും അങ്ങനെ ഒരുപാട് നമ്മുടെ പറഞ്ഞിരുന്നു. അതെ, പാസ്റ്റ് ആണ് പറയുന്നത്. ഇപ്പോഴത്തെ കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. ഈ അപകടത്തിൽ ഇപ്പൊ അവര് എന്നൊക്കെ പിൽസ് എന്ന് പറഞ്ഞ മെയ്ഡ് ഫോർ ഈച്ച് അതർ, ആ ഈച്ച് അതർ എന്ന് പറഞ്ഞ മാഗസിൻകാരോട് ചോദിക്കുക, ആ ഈച്ച് അതർ ആയിരുന്നു അവർ എന്തുകൊണ്ട് ഇയാൾ മരിച്ചിട്ട് സോറി ഇദ്ദേഹം മരണപ്പെട്ടിട്ട് അതിനൊരു വാക്ക് അല്ലെങ്കിൽ എന്നെ എതിർക്കട്ടെ, അതല്ലേ വേണ്ടത്. ഇപ്പൊ ചോദിക്കാൻ വന്നത് എന്തുകൊണ്ട് അവർ പ്രതികരിക്കണില്ല എന്നല്ലേ ചോദിക്കാൻ വന്നത്. അതേ ഞാൻ പറഞ്ഞത്. അവര് പ്രതികരിക്കാത്തതിന്റെ കാരണം ആ സ്ഥലത്ത് നമ്മൾ അരുതാത്തത് എന്തോ കണ്ടിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തോ അപകട സ്ഥലത്ത് അരുതാത്തത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവര് പ്രതികരിക്കാത്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് പ്രതികരിച്ചാൽ തിരിച്ചടിക്കുമെന്ന് അറിയാൻ പറ്റില്ലേ. അവര് പ്രതികരിച്ചാൽ തിരിച്ചടിക്കും ഞാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അല്ലാന്ന് തെളിയിക്കാനുള്ള, കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സോറി കുറച്ച് ത്രോട്ട് ഇൻഫെക്ഷൻ ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ബാലുവിന്റെ വണ്ടി ആക്രമിക്കപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അത് നിങ്ങളുടെ തന്നെ ചാനലിൽ വലിയ വാർത്തയായിട്ട് വന്ന് ഒത്തിരി വ്യൂവേഴ്സും വന്നാണ്. ആക്രമിക്കപ്പെട്ടെന്ന് പറഞ്ഞേക്കണല്ല കണ്ടത്. അപ്പൊ അതിന്റെ അകത്ത് ഞാൻ കാണുമ്പോൾ ഡ്രൈവർ സീറ്റിൽ നിന്ന് നല്ല തടിച്ചിട്ട് ഒരാൾ ഇറങ്ങി തന്നെയാണ് ഞാൻ കണ്ടത്. അപ്പൊ ഡ്രൈവർ ഓപ്പോസിറ്റ് ആയിട്ട് ഒരാൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. അത് ആണാണോ പെണ്ണാണോ നമുക്ക് വ്യക്തമല്ല. അപ്പൊ ഈ ഇവര് CBI കണ്ടെത്തിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനെ വണ്ടി ഓടിച്ചെന്നാണ് പറഞ്ഞത്. അർജുന് തീരെ മെലിഞ്ഞിട്ടൊരു പയ്യനാണ്. പരിസരവാസികൾ പറഞ്ഞത് അർജുനും അല്ല. അപ്പൊ അർജുനും പറയണു, ലക്ഷ്മി പറയണു അർജുനെ വണ്ടി ഓടിച്ചെന്ന്, അർജുനും പറയണു ബാലഭാസ്കർ വണ്ടി ഓടിച്ചെന്ന്. അത് ഇപ്പോഴും ഇങ്ങനെ തർക്കത്തിൽ തന്നെ നിൽക്കുക. അവര് അർജുനാന്ന് സ്ഥിരീകരിച്ചെങ്കിലും അവിടെ തന്നെ തർക്കം ഇപ്പോഴും നിൽപ്പുണ്ട്. ഈ 2 പേരും അല്ല, നന്നായിട്ട് വണ്ണം ഉണ്ടായിട്ട് നല്ല പൊക്കം ഉണ്ടായിട്ട് സൈസായിട്ടുള്ള ഒരാളാണ് ഡ്രൈവർ സീറ്റ് ഞങ്ങൾ എടുത്തെന്ന് പരിസരവാസികളിൽ ചിലർ ആദ്യ സമയത്ത് മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയല്ലേ, വണ്ടി ഒരു 5 കിലോമീറ്റർ മുമ്പ് ആക്രമിക്കപ്പെട്ടു, അത് കണ്ട ആളാണ് ഞാൻ. അവിടെയാണ് ബാലു ആക്രമിച്ച് മൃതപ്രായനാക്കണത് ഞാൻ കാണുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാലു ആണെന്ന് മാത്രം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായില്ല എന്നുള്ളൂ. ആ വണ്ടിയും ബാക്കിയെല്ലാം സത്യമുള്ളായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് അതൊന്നും ക്ലാരിറ്റി വരുത്താൻ പറ്റില്ല. പിന്നെ ലക്ഷ്മി എങ്ങനെ മിണ്ടത്? ലക്ഷ്മി എങ്ങനെ വർത്താനം പറയണത്? ലക്ഷ്മി എങ്ങനെ വർത്താനം പറഞ്ഞ അരുതാത്തത് എന്തോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് അവരുടെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടെങ്കിൽ അവർക്ക് പറയാൻ പറ്റില്ല. അവരെന്തുകൊണ്ട് മിണ്ടാണ്ടിരിക്കണം? 6 വർഷമായിട്ട് ഒരു ക്രൈം നടന്നിട്ട് അവരിപ്പോഴും മിണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും ദുരൂഹത ഉണ്ടാവുമെന്നല്ല, ദുരൂഹതയുണ്ട്. അവർക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഒരു ദുരൂഹം, അതായത് ഈ സ്വർണ്ണക്കടത്ത് എന്നൊരു കണക്റ്റഡ് ഒരു വാർത്ത എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് സംഘമാണ് അദ്ദേഹത്തെ ആക്രമിച്ചതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അനുചരന്മാരായി നടന്നിരുന്ന 2 പേരെ ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും അവർ ജയിലിലിടുകയും ചെയ്തു. അപ്പോ അതോടൊപ്പം ഇതെല്ലാം അറിയാം. അർജുൻ എന്ന് പറയുന്ന ഡ്രൈവറുടെ കാര്യം തന്നെ, അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടും വളരെ മോശമായിരുന്നതാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ, ബാലഭാസ്കറിന്റെ അച്ഛൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ലക്ഷ്മി, അതായത് അതിന്റെ വൈഫ് എന്ന് പറയുന്ന ആള് ഇതുവരെ ഇതിനെക്കുറിച്ച് ഒന്നും പ്രതികരിച്ചില്ല. ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ട ആളും ഏറ്റവും ആദ്യം ഇതിനുള്ള നിയമ നടപടികൾക്കും തന്റെ ഭർത്താവിന്റെ മരണത്തിന് ഉത്തരവാദിയെ കണ്ടെത്താൻ ഏത് അറ്റം വരെയും പോകാൻ അതുവരെ ഈ പാസ്റ്റ് എന്ന് പറഞ്ഞല്ലോ,
ഭൂതകാലത്തിൽ പറഞ്ഞിരുന്ന ഒരു ക്യാരക്ടർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്റെ ഭർത്താവിനെയും മകളെയും കൊന്നവരെ എന്തവസ്ഥയിലും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഏതറ്റം വരെയും പോകേണ്ടവരായിരുന്നു അവർ. പക്ഷെ അവരിങ്ങനെ നിശബ്ദത പാലിക്കുമ്പോൾ അതിന്റെ വലിയ ദുരൂഹത എന്ന് പറയുന്നത് എന്താണെന്ന് താങ്കൾക്കൊന്ന് പറയാം. എന്തായിരിക്കാം അതിന്റെ മോട്ടീവ്? പൈസയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ? അവർക്കും അവരുടെ കൈകളും അതിൽ ചോര പുരണ്ടിട്ടുണ്ടോ? ബാലഭാസ്കറിന്റെ ചോര അവരുടെ കൈകളിലും പുരണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാമോ? അവരുടെ മൗനത്തിൽ ദുരൂഹതയല്ല, അവരുടെ മൗനത്തിൽ സത്യമല്ലേ പറയുന്നത്, നമ്മൾ തെളിയുന്നത്. ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യത്തിനൊക്കെ ഉള്ള മറുപടിയാണ് അവരുടെ നിശബ്ദതയിൽ നമ്മൾ കാണുന്നത്. ശരിയല്ലേ? അവരെന്തുകൊണ്ട് പ്രതികരിക്കാത്ത? അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ഈ കലാപം സോബി എന്ന് പറഞ്ഞ ആൾ അയാൾക്ക് എന്തെങ്കിലും നേരത്തെ ആൾക്കാർ എന്താ പറഞ്ഞത്, എനിക്ക് മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് ഇറങ്ങിയോണ്ട് കുറെ ദിവസം പോയി ജയിലിൽ പോയി കിടക്കേണ്ട വന്നത് നമുക്ക്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് എനിക്ക് ഒരിക്കലും ഉണ്ടാവേണ്ട കാര്യമല്ല, ഉണ്ടാവില്ലായിരുന്നു, 100% ഉണ്ടാവില്ല. അതിനൊക്കെ ഇനി മറുപടി നമ്മൾ പറയിപ്പിക്കും. അതിന് അറസ്റ്റിലേക്ക് പിന്നിലേക്ക് പോയ ആൾക്കാരൊക്കെ കൊണ്ടൊക്കെ നമ്മൾ മറുപടി പറയിപ്പിക്കും. അതിന് എന്തറ്റം വരെ ഞാൻ പറഞ്ഞ ഒരാളുടെ ജീവിതത്തിൽ 6 വർഷമാണ് ഈ കേസിന് വേണ്ടിയിട്ട് നടന്നിട്ട്. ഇപ്പൊ എന്നോട് ചോദിച്ച മാതിരി, കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ബന്ധുവല്ല, എന്റെ കൂട്ടുകാരനല്ല, വേറെ ഒന്നും അല്ലാത്ത ഒരാളെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നാൾ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ സാമാന്യ ജനങ്ങൾ സപ്പോർട്ടുണ്ട് നമുക്ക്. കാരണം ഇത്രയും വർഷമായിട്ട് ഞാൻ അന്ന് 6 വർഷം മുമ്പ് ആന്ന പറഞ്ഞെങ്കിൽ ആ സ്ഥലത്ത് ഇപ്പോഴും ആന്ന് തന്നെ പറഞ്ഞു, ആന്നല്ല പറഞ്ഞത്. ഇത്ര നിന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ ജനങ്ങൾ നിൽപ്പുണ്ട്. കാരണം വെച്ചാൽ ബാലഭാസ്കറിന്റെ കേസ് എവിടെ തൊട്ടാലും ദുരൂഹതയാണ്. ഒരാൾ ഇന്ന് പറയണല്ല നാളെ പറയണം, നാളെ പറയണല്ല മറ്റന്നാൾ പറയണം. അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മാത്രമാണ് അതിൽ നമ്മുടെ രാമൻകർത്ത സാർ കുറെ കഷ്ടപ്പെട്ടുട്ടോ, ഇല്ലാന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ രാപകലില്ലാത്ത അധ്വാനമാണ് ഈ കേസ് ഈ പുനരന്വേഷണത്തിലേക്ക് എത്തിച്ചേക്കുന്നത്. അങ്ങനെ CBI കൊണ്ട് ഞങ്ങൾ ഇത് വെറുതെ മടക്കിക്കില്ല. ഒരു സംശയം വേണ്ട. കാരണം വെച്ചാൽ വെറുതെ ഈ കേസിൽ ദുരൂഹതയില്ല എന്ന് പറഞ്ഞിട്ട് CBI മുടക്കുവാണെങ്കിൽ CBIയുടെ കഷാല അന്ന് ഇനിയും തുടങ്ങും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഏതൊരു കേസിന്റെയും, അതായത് നമ്മുടെ നാട്ടില് എഫിഷ്യന്റ് ആയിട്ടുള്ള പോലീസുകാരുണ്ടെങ്കിൽ പോലും എന്ത് കേസും, നമ്മുടെ നാട്ടിലെ പ്രമാദമായ എല്ലാ കേസുകളും CBIയുടെ കൈകളിൽ എത്തിക്കപ്പെടുകയും അവർ തെളിയിക്കുകയും ചെയ്തു. അതിന് സിനിമകൾ വരെ CBI പുകഴ്ത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും ബാലുവിന്റെ അല്ലെങ്കിൽ ബാലഭാസ്കറിന്റെ മരണത്തിൽ ഇത്രയധികം ലൈവായിട്ടുള്ള ദൃക്സാക്ഷി, അത് ഏറ്റവും വലിയ എവിഡൻസ് ആണ്. താങ്കൾ പറയുന്ന കാര്യങ്ങൾ 2 പ്രാവശ്യം താങ്കളെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കി. ആദ്യത്തത് ഒരു പുറത്തു വിട്ടില്ല, രണ്ടാമതേയും വിളിപ്പിച്ചു. ബ്രെയിൻ മാപ്പിങ്ങിന് റെഡിയാണെന്ന് താങ്കൾ തന്നെ പലവട്ടം വിളിച്ച് താങ്കളുടെ ചാനലുടെയും എല്ലാ മീഡിയയിലും പറയുന്നു. എന്നിട്ടും CBI എന്താണ് ബധിരന്മാരെ മൂകന്മാരെ പോലെ കൈയും കെട്ടി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ്? അതില്ലേ തമാശി, ഈ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ CBI എന്ന് കേൾക്കുമ്പോ എന്നാന്ന് പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിൽ SN സ്വാമിയുടെ CBIയുടെ CBIയുടെ 5 പതിപ്പൊക്കെ ഇറങ്ങിയെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ മുഴുവൻ നിൽക്കണ മമ്മൂട്ടി പുറകിൽ കൈയൊക്കെ കെട്ടി വന്നിട്ട് CBI ഡയറി കുറിപ്പ് എന്നുള്ള. അപ്പൊ CBI അങ്ങനെ അമാനുഷികരമായിട്ടാണ് കണക്കാക്കണേ. ഈ CBI ഇത്രേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഈ ഒരു കേസ് വരുമ്പോ CBI ഏൽപ്പിക്കണം എന്ന് വെക്കുമ്പോ തന്നെ ഞാൻ പറയട്ടെ, ഇപ്പൊ എന്റെ ഒരു കണക്കൂട്ടലിൽ ഊന്നൽ പോലീസ് എന്ന് പറഞ്ഞപ്പോ അറിയാമെന്നുള്ളത് എറണാകുളം ജില്ലയുടെ എന്റെ ഭാഗമാണ്, ഇടുക്കി ജില്ലയുടെ ബോർഡറിൽ വന്ന ഒരു സ്റ്റേഷനാണ് ഊന്നൽ, എന്റെ സ്റ്റേഷനാണത്. ആ സ്റ്റേഷനിൽ ഇരിക്കുന്ന CA ഇച്ചിരി എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്, അത് മനസ്സിലാക്കിയേക്കണേ. അദ്ദേഹത്തിന്റെ നീക്കം, അദ്ദേഹം ഒന്ന് ശക്തമായിട്ട് ഇതിനകത്തെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് കണ്ടെത്താൻ പറ്റുമായിരിക്കും. ഇത് കേരള പോലീസ് കുറച്ചുകൂടി കണ്ടെത്തും. ഈ കേരള പോലീസ് ഇത് ആരോ ആ സമയത്ത് എന്നോട് പറഞ്ഞിട്ടോ, ആറ്റിങ്ങൽ CI ആണ് ഈ കേസ് ആദ്യം ഏറ്റിരുന്നത്, തുടക്കത്തിൽ നോക്കിയിരുന്നത്. അദ്ദേഹം ഈ കേസിന്റെ ഏകദേശം ഒരു ഇതിലേക്ക് എത്തുമ്പോഴാണ് പെട്ടെന്ന് പുള്ളിയുടെ അടുത്ത് കേസ് മാറ്റിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇത് എത്തിയാൽ കണ്ടെത്താവുന്ന കാര്യമുള്ളൂ. ഈ കൈയെത്തുമ്പോഴത്തേനും പിടിക്കാൻ ചെല്ലുമ്പോൾ പിടിക്കണവന്റെ കൈ ഇങ്ങനെ പിടിച്ചു മാറ്റാം, നീ ഇവിടെ പിടിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ ബ്രെയിൻ മാപ്പിങ്ങിന് 14-ാം തീയതി ബ്രെയിൻ മാപ്പിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞ് ബ്രെയിൻ മാപ്പിങ്ങിന് അവർ എനിക്ക് സന്നദ്ധ അറിയിച്ച് ലെറ്റർ എന്നിട്ട് നമ്മൾ ഉറപ്പായിട്ടും ഹൈക്കോടതി പോകുമായിരുന്നു. നമ്മൾ കൊടുത്തേക്കല്ലോ നമ്മൾ ബ്രെയിൻ മാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി കൊടുത്ത പെട്ടെന്ന് ഓർഡർ കിട്ടുമായിരുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്രെയിൻ മാപ്പ് ചെയ്യാൻ. ഒരു 2-3 ആഴ്ച കൊണ്ട് ചെയ്തു പോയേനെ. ആ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് നമ്മൾ അറസ്റ്റ് ജയിലിൽ കൊണ്ടിരുന്നേ. പിന്നെ ഒന്നിന്ന് തുടങ്ങണ്ടേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അത് വളരെ വളരെ കഷ്ടപ്പാടാണ്. അപ്പൊ CBI എന്ന് പറഞ്ഞ SN സ്വാമിക്ക് തന്നെ അതിന്റെ സല്യൂട്ട്. ഈ കേരളത്തിലെ CBIക്ക് സല്യൂട്ട് കൊടുക്കുമ്പോൾ SN സ്വാമിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ CBI ഡയറി കുറിപ്പ്, ബാക്കി വന്ന പതിപ്പൊന്നും അത്ര നല്ലതല്ല. ആ ഫസ്റ്റ് ഇറങ്ങിയ CBI ഡയറി കുറിപ്പ് വെച്ച ജനങ്ങൾ കണക്കാക്കണത്. ആ CBI ഒന്നും ഇല്ല കേട്ടോ ഇപ്പൊ നമ്മുടെ കൂടെ. ആ CBI ഒന്നുമില്ല, അങ്ങനെ ആരും ചിന്തിക്കണ്ട. നമ്മളൊന്നും പറയല്ല അതിനെ കുറിച്ച്. ഇപ്പൊ ബാലുവിന്റെ അമ്മ തന്നെ ഇപ്പം ഇന്റർവ്യൂകളിൽ അച്ഛനും പറയാറുണ്ട്, സാമ്പത്തിക ഇടപാടുള്ള ബാലു ഒരുപാട് പേരെ സഹായിക്കുമായിരുന്നു, 1 കോടി രൂപയോളം തന്നെ കൊടുത്തിട്ടുണ്ട്, 50 ലക്ഷം രൂപയോളം കൊടുത്തിട്ടുണ്ടെന്ന് സമ്മതിക്കുകയും ഉണ്ടായിട്ടുണ്ട്. ഇനി അത് തിരിച്ചു കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ ചെയ്ത ഒരു ആസൂത്രിതമായ ഒരു കൊലപാതകമാണോ ഇതെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എന്താ ഇതിന്റെ മോട്ടീവ്?
അല്ല, അതൊരു 60 ലക്ഷം രൂപ 1 കോടി രൂപയൊക്കെ ബാലു കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഒരു പൈസ കടം കൊടുക്കണമെങ്കിൽ അവർക്ക് തിരിച്ചു തരാൻ എഫിഷ്യൻസി ഉണ്ടാവുന്നുള്ളതുകൊണ്ടല്ലേ നമ്മൾ കൊടുക്കണേ. അല്ലാതെ ചുമ്മാ പോയവന് ഒരു വർഷം ഒരു 5 ലക്ഷം രൂപ വരുമാനമുള്ളതിന് 1 കോടി രൂപ വെച്ച് ആരെങ്കിലും കൊടുക്കില്ല. അപ്പൊ അതൊന്നും ആയിരിക്കില്ല ഇതിനകത്ത്. കാരണം ഇതിനകത്ത് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ആ ബാലുവിന്റെ വണ്ടിയുടെ പുറകിലത്തെ ചില്ല് പൊട്ടിയത്, ആ അടിച്ചു പൊട്ടിക്കുന്നത് ഞാൻ കണ്ടതാ. അത് ആരെ പൊട്ടിച്ചെന്ന് ഇത്രയും നാളായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഡ്രൈവർ സീറ്റിന്റെ ബാക്കി മോളിങ്ങോട്ട് താഴെ വരെ നല്ലൊരു കീറലുണ്ട്. ഈ ബ്ലേഡ് പോലുള്ള ആയതുകൊണ്ട് കീറിയേക്കണതാ. ഇതെന്തിനു കീറി? അപ്പൊ അതിന്റെ അകത്ത് ഗോൾഡ് ഉണ്ടാവും. അല്ലാണ്ട് പൈസ കൊടുത്ത് കടം മേടിച്ചേക്കുന്നവരൊന്നും ആ ചെയ്തൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ നമ്മൾ. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഇവർ കേസ് കൊടുക്കുക. ഇപ്പൊ വമ്പൻ സ്രാവിലേക്ക് എത്തണല്ല. ഞാൻ ആദ്യമായിട്ട് CBI ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു മെയിൻ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞ 6 മാസം കൊണ്ട് 3000 കിലോ സ്വർണം ഇറക്കി വരാൻ സോബിക്ക് എതിരെ നിൽക്കണത്. അവരോട് മത്സരിക്കാൻ ത്രാണിയുണ്ടെങ്കിൽ ഇറങ്ങിയാൽ മതി പറഞ്ഞ് 6 മാസം കൊണ്ട് 3000 കിലോ സ്വർണം ഇറക്കി വരുന്ന കപ്പാസിറ്റി എത്രയായിരിക്കും? അപ്പൊ ഞാൻ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. ഞാൻ മത്സരിക്കാൻ വന്ന ആളല്ല, കാര്യം പറയാൻ വന്നതാണ്. ഞാൻ പിന്നെ തിരിച്ചു ചോദിച്ചു, സാറ് പറഞ്ഞല്ലോ 6 മാസം കൊണ്ട് 3000 കിലോ സ്വർണം ഇറക്കി വരെ ഓപ്പോസിറ്റ് ഉള്ളതെന്ന് ഇതിന്റെ പിന്നിൽ. അങ്ങനെയാണ് സാറിന് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കേസിലേക്ക് എത്തിക്കാൻ പറ്റില്ല. പുള്ളിയൊന്നും മിണ്ടിയില്ല. ഇപ്പൊ അവർക്ക് നല്ല രസമായി, ഒരു കുഴപ്പമില്ലാത്തൊരു സാക്ഷിനെ കിട്ടിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറച്ച് സാമ്പത്തിക ഇടപാടിൽ കേസിൽപ്പെട്ട് നിൽക്കുന്ന ഒരാള്, അപ്പൊ അങ്ങനെ ഒരു നെഗറ്റീവ് മാർക്ക്. വേറെ ഒന്നും അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ മദ്യത്തിന്റെ ലഹരി പറഞ്ഞല്ല. കാരണം ഇപ്പൊ 57 വയസ്സായി. ഈ സമയം വരെ ഞാൻ പുക വലിച്ചിട്ടുള്ള, ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുള്ള, മദ്യം കഴിച്ചിട്ടില്ല. നാളെ കഴിക്കില്ല എന്നല്ല പറഞ്ഞത്. എന്റെ ക്രെഡിറ്റ് ആയിട്ടൊന്നുമില്ല, എന്നെ കൊണ്ട് സാധിക്കാതെ പോയ കാര്യം. അപ്പൊ ഈ പറഞ്ഞ മാതിരി അങ്ങനെ നിൽക്കണു. പിന്നെ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ നിൽക്കണോണ്ട് ഇയാൾ പറഞ്ഞു ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ അവർക്ക് നല്ലൊരു എളുപ്പമുണ്ട് ഈ സമയത്ത്. സോറി. അപ്പൊ അതല്ലാണ്ട് ഇങ്ങനെ പേടിപ്പിച്ചൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. 6 വർഷമായിട്ട് ഈ കേസിന്റെ പിന്നിൽ ഇങ്ങനെ ആവും പകലില്ലാണ്ട് നിൽക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ അവസാനം വരെ ഉണ്ടാവും. താങ്കൾ ബാലുവിന്റെ അച്ഛനെ അമ്മയായിട്ടും കണ്ടിരുന്നോ? അവരോട് നേരിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു? ഈ കേസ് ആരംഭിച്ച് കഴിഞ്ഞ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഉണ്ണിച്ചേട്ടൻ എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അന്ന് പോയി കണ്ടു. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഉണ്ണിച്ചേട്ടൻ എന്നെ വിളിക്കണ്ട്. കേസ് വന്ന സമയത്ത് എന്റെ മാനേജറെ വിളിച്ചിട്ട്, രേഖനെ വിളിച്ചിട്ട് അവർ പറഞ്ഞു ജാമ്യത്തിലെടുക്കാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം, എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞു. ജാമ്യത്തിന് വേണമെങ്കിൽ സോബിന് ജാമ്യത്തിൽ ഇറക്കാൻ ഞങ്ങൾ വരുമെന്ന് അവർ പറഞ്ഞു. ബാലുവിന്റെ അച്ഛനും അമ്മയും വന്ന് ജാമ്യം നിൽക്കുമെന്ന് വരെ പറഞ്ഞു. നമ്മൾ അതിന്റെ ആവശ്യം ഞങ്ങൾക്ക് അതിനും സജ്ജീകരണം പുള്ളിക്കാരത്തി പറയരുത്. അത്രയും സപ്പോർട്ടിൽ തന്നെ അപ്പോഴും ഇപ്പോഴും നിൽക്കുന്നത്. അപ്പൊ പുള്ളി വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ ശരിക്കും സങ്കടമാണ്. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റണില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഇപ്പൊ നമ്മളൊരു സാക്ഷി എന്നുള്ള രീതിയിൽ ഇനി ഇതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട്. കാരണം വെച്ചാൽ മാക്സിമം ആണ് എത്തിയേക്കുന്നത്. ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഒരു സംശയം വേണ്ട കാര്യത്തില്. അതായത് ഇതിപ്പോ താങ്കൾ ഇത് പറയുമ്പോ സത്യത്തിൽ ഇപ്പൊ റിലീസ് ചെയ്തൊരു പടത്തിന്റെ ഓർമ്മ വരുന്നത് ദേവദൂതൻ. കാരണം 25-30 വർഷങ്ങൾക്ക് മുൻപ് കൊല ചെയ്യപ്പെട്ട മഹേശ്വറിന് വേണ്ടിയിട്ട് മോഹൻലാലിനെ അദ്ദേഹം ഈ പറഞ്ഞ ആത്മാവ് തന്നെ കൊണ്ടുവരികയാണ്. ഒരുപക്ഷെ ബാലഗോപാൽ എവിടെയെങ്കിലും ബാലഭാസ്കർ എവിടെയെങ്കിലും മറിഞ്ഞിരിപ്പുണ്ടാവുക. അദ്ദേഹം കണ്ടു വേദനിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ രക്തബന്ധമോ അല്ലെങ്കിൽ സുഹൃത്തോ ഒന്നുമല്ലാത്ത വഴിയിൽ കൂടെ പോയ കലാകാരൻ തന്നെ ആണെങ്കിൽ പോലും അത് താങ്കളുടെ ഒരു നിയോഗമാണ് അല്ലെ? അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും പോലും താങ്കളെ വിശ്വസിക്കുന്നു. പിന്നെ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഈ താങ്കളുടെ സാമ്പത്തിക ഇടപാടിൽ ഇവർ പെടുത്തിയല്ലോ, തീർച്ചയായിട്ടും അതിന്റെ മോട്ടീവ് താങ്കൾ ഈ ഇതിൽ സാക്ഷിയായതുകൊണ്ട് മാത്രമായിരിക്കാം. അതിനുശേഷമാണല്ലോ താങ്കൾ സാമ്പത്തിക ഇടപാടിൽപ്പെട്ട് ജയിലിലാക്കപ്പെടുന്നത്. ഈ കേസിന്റെ ഇതിനോടനുബന്ധിച്ചാണല്ലോ താങ്കൾക്ക് ഇങ്ങനെ സോബി എന്ന് പറഞ്ഞ വ്യക്തിയെ ഇങ്ങനെ സാമ്പത്തിക ക്രമത്തിൽ അറസ്റ്റ് ചെയ്ത പറഞ്ഞ വാർത്തകൾ ഇഷ്ടം പോലെ വരുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ പറയുന്ന ബ്രെയിൻ മാപ്പിംഗ് 4 ദിവസം മുമ്പ് താങ്കളെ അവർ പിടിക്കുകയും അതിന്റെ തീർച്ചയായിട്ടും ഈ പറയുന്ന 3000 കോടി അല്ലെങ്കിൽ ഇത്രയും 3000 കിലോ സ്വർണം കടത്തിയ ആൾക്കാരായിരിക്കുമോ താങ്കളെയും പെടുത്തിയിട്ടുണ്ടാവുക എന്ന് താങ്കൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ടോ? അത് ഈ സാമ്പത്തിക ഇടപാടുള്ളവരൊക്കെ ആയിട്ടൊരു കരാറുണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപയൊന്നുമില്ല, 11 ലക്ഷം രൂപയുള്ളൂ എല്ലാവരും കൂടിയിട്ട്. 11 അല്ലെങ്കിൽ പോട്ടെ 20 ലക്ഷം രൂപ പിടിച്ചു. ഇതൊന്നും വലിയ തുകയായിട്ട് എനിക്ക് തോന്നുന്നില്ല കൊടുത്തു തീർക്കാനായിട്ട്. അത് കൊടുത്ത് തീർത്തോണ്ടിരിക്കണതാ. അതിനൊക്കെ കാലാവധിയും കണക്കൊക്കെ ഉണ്ടായിരുന്നതാ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് കയറിയാണ് ഇവര് ചെയ്തത്. അപ്പൊ അത് തന്നെ ഒരു ദുരൂഹത. അപ്പൊ അത് ഞാൻ ഈ പറഞ്ഞ കൂട്ട് ഒരു 10-30-40 കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ ഞാൻ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് തെളിവിനായിട്ട് CBIക്ക് കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് CBI എന്നെ വിളിക്കണ്ടേ. നമ്മള് അതോടെ ജയിലിൽ കിടന്ന സമയത്ത് ജയിലിലേക്ക് ഭീഷണി നിൽക്കണം. ഇയാള് ഞങ്ങൾ തട്ടിക്കളയുമ്പോ പിന്നെ എന്നെ വേറെ കോടതിയിൽ ഹാജരാക്കാൻ നോക്കുമ്പോൾ അവിടെ ചെല്ലണം ആൾക്കാർ. അപ്പൊ നല്ല ടൈറ്റ് സെക്യൂരിറ്റിയിലാണ് നമ്മളെ കൊണ്ട്. അത് തന്നെയല്ല നമ്മൾ ഈ പറഞ്ഞ മാതിരി
നമ്മുടെ വൈത്തിരി ജയിലിലായിരുന്നു എന്നെ പാർപ്പിച്ചിരുന്നത്. അവിടുന്ന് ജയിൽ സൂപ്രണ്ട് സിയാദ് എന്ന് പറഞ്ഞ സാറ് നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഈ ഭീഷണിക്കത്ത് വന്നപ്പോൾ തന്നെ വൈത്തിരി സ്റ്റേഷനിലേക്ക് കേസ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് പോലീസുകാർ കേസ് എടുത്തില്ല. അതൊക്കെ ഒരു CBI കണ്ടെത്തേണ്ട ഒരു വിഷയങ്ങളാണ്. അതൊക്കെ എന്തുകൊണ്ട് ഒരാളെ കൊല ചെയ്യും എന്ന് പറഞ്ഞൊരു ഭീഷണിക്കത്ത് വന്ന് നമ്മുടെ ഒരു മൊഴിയെങ്കിലും എടുക്കണ്ടേ, അതുകൊണ്ട് അവര് എടുത്തിട്ടില്ല. അപ്പൊ അതൊക്കെ ഇതിന്റെ അന്വേഷണ പരിധിയിലേക്ക് വരും. എന്തായാലും ഈ ഒരു 6 വർഷമായിരിക്കും. കാരണം വെച്ചാൽ 6 വർഷം തികയണമെന്നായിരിക്കും ഈ ബാലഭാസ്കർ കേസ് പുനർജനിച്ച്, ഇപ്പൊ ദേവദൂതന്റെ കാര്യം പറഞ്ഞ മാതിരി പുനർജനിച്ച് വരുന്നത്. കാരണം വെച്ചാൽ എന്നെ ഓരോ അപകടത്തിൽ നിന്നൊക്കെ ഇങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടേ ഇങ്ങനെ എത്തിക്കുന്നുണ്ട്. ഒരാള് ജയിലിൽ കിടന്ന് 4-5 ദിവസം കൊണ്ട് ഇറങ്ങേണ്ട ആള് 3-4 മാസം അവിടെ പിടിച്ചിട്ട് പോയത്. നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും ഈ പറഞ്ഞ മാതിരി ഒരു നിസ്സാരമായിട്ടുള്ള സാധനമാണ് 10-11 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 20 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചാൽ വലിയ തുകയായിട്ട് തോന്നണില്ല. അതിപ്പോ ഇനിയിപ്പോ അഹങ്കാരമായിട്ട് ആര് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. 20 ലക്ഷം രൂപ ഒരു കൂടുതലും അല്ല എന്നെ സംബന്ധിച്ച്, ഒരു കൂടുതലും അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അത് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന സാധനം നീ തരണ്ടട ഞങ്ങൾ മേടിച്ചോളാന്നും പറഞ്ഞു അവർക്ക് ഓരോ പത്രവാർത്ത അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു, അല്ലെങ്കിൽ ശിക്ഷിച്ചു, തടവിനിട്ടു, അല്ലെങ്കിൽ മറ്റു മറിച്ചിട്ടു. എന്താ അതിന്റെ അടുത്ത് മോട്ടീവ്? അപ്പൊ അവരോട് ഞാൻ ചോദിക്കാണ്, നിങ്ങൾ ഈ സാമ്പത്തിക കേസ് അന്വേഷിക്കുന്ന വെറും 10 സെന്റ് സ്ഥലം പാലക്കാട് തിരുമേനി കൊടുത്ത സ്ഥലത്ത് തുടങ്ങിയ കലാപം എങ്ങനെ 10-40 കോടി രൂപയുടെ ആസ്തിയിലെത്തി? പിള്ളേരെ പാട്ട് പഠിപ്പിച്ചിട്ട് ഗാനങ്ങൾ എടുത്തിട്ട് കോടീശ്വരന്മാരാവാൻ പോണത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്തെല്ലാം ട്രൂപ്പുകൾ എവിടെ പോയിരുന്നു? മിക്കവാറും ഗാനങ്ങളുടെ ട്രൂപ്പൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥ വളരെ ഗതികേറില്ല. അതെങ്ങനെ ഇത് മാത്രം എങ്ങനെ 10-40 കോടി രൂപയുടെ സ്വത്തം ഉണ്ടാക്കിയത്? അതിന്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. അത് എന്നോടുകൂടി അങ്ങ് പൊക്കോട്ടെ. പിന്നെ അതങ്ങ് ആരും മോശക്കാരനാക്കാനായിട്ടൊന്നും ഞാൻ തയ്യാറാവണല്ലോ. പിന്നെ മടുത്ത് കഴിയുമ്പോ ഈ കടിച്ചു കഴിയുമ്പോ നമ്മള് ആ ഒരു തെറ്റിൽ നിന്നാ ചിലപ്പോ കലാഭവൻ ഇപ്പൊ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന കുറെ ശുംഭന്മാരുണ്ട്. അച്ഛന്മാരൊന്നുമില്ല അതിന്റെ അകത്ത്. ആവേലത്തിന്റെ എന്റെ സഭയ്ക്കൊന്നും അതിന്റെ അകത്ത് ഒരു റോളും ഇല്ല. കിഴങ്ങന്മാരായിരിക്കണം. പിടിച്ചു വച്ചിരിക്കുന്നവർക്കൊന്നും പിടിച്ചിരിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അതൊന്നും നമ്മൾ വിടണല്ലോ. എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ആവശ്യം ബാലഭാസ്കർ കേസ് വിജയിപ്പിക്കുക, എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യുക. ഈ ലോകം വിട്ടുപോയ വളരെ, അതായത് ഇനിയും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് എന്താ പറയുന്ന ആൾക്കാർക്ക് ആസ്വദിക്കാൻ തരത്തിൽ ഒരുപാട് കല അല്ലെങ്കിൽ ഈ വയലിന്റെ അദ്ദേഹത്തിന്റെ മാസ്മരിക സംഗീതം ജനങ്ങളിലേക്ക് എത്തുമായിരുന്നു. അതാണ് പെട്ടെന്ന് നിന്നുപോയത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്കും താങ്കൾക്കുമാണ് അദ്ദേഹത്തിനെ സ്നേഹിച്ച ആരെങ്കിലും ഒക്കെ ഇനി ഉറപ്പായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആരാധകർ, തീർച്ചയായിട്ടും ഞങ്ങളെപ്പോൾ ആരാധകർക്കും ഒക്കെ ആഗ്രഹമുണ്ട്, പ്രാർത്ഥനയുണ്ട് അദ്ദേഹത്തിന്റെ കൊലപാതകികളെ ഈ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട്. അതായത് മറഞ്ഞിരിക്കുന്ന എത്ര വലിയ ഘോരന്മാരായാലും അവരെ തീർച്ചയായിട്ടും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്ത് ചെയ്താലാവും ഇനി ഇവരെയൊക്കെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക? ഇത്രയൊക്കെ താങ്കൾ നടന്നു തീർത്തു ഒറ്റയ്ക്ക്. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അതിലിപ്പോ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്ത്, ഈ വമ്പന്മാരെന്ന് പറഞ്ഞവർ അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബ്രെയിൻ മാപ്പിംഗ് നടക്കാതെ പോയത്. കാരണം ഇലക്ഷൻ വന്ന സമയത്ത് അതിന്റെ ഇത് പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് എന്റെ അറസ്റ്റ് വന്നത്. അതിന്റെ വിജ്ഞാപനം ഇറങ്ങിയാർന്നു തോന്നുന്നു. ആ സമയത്ത് അറസ്റ്റ് വന്നെ. ആ അറസ്റ്റ് വന്ന സമയത്ത് ആ നേതാവിന്റെ പേര് ഈ കേസിൽ ഞാൻ ലൈവായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ രാഷ്ട്രീയ അന്തരീക്ഷം വേറെ ആവുമായിരുന്നു, ഉറപ്പായിട്ടും ആവുമായിരുന്നു. എന്തുകൊണ്ട് താങ്കൾ പറഞ്ഞില്ല? അല്ല, പറയാൻ എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്തില്ലല്ലോ. അല്ലല്ലേ, എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്തില്ലല്ലോ. ബ്രെയിൻ മാപ്പ് ചെയ്തിരുന്നെങ്കിൽ അതിന് തടസ്സം വരുത്തിയതാണ് ഈ കണ്ട കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് അതിന്റെ എണ്ണി കഴിഞ്ഞപ്പോഴാണ് എന്റെ കേസുകൾക്ക് ഒരു അയവ് വന്നത്. അപ്പൊ അതിപ്പോ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർമ്മയിൽ വന്നിട്ടോ. നമുക്ക് കാത്തിരിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ എന്റെ അന്ത്യശ്വാസം വലിപ്പിക്കുമെങ്കിലും ആരെങ്കിലും ഒരാൾ ഇതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ബ്രെയിൻ മാപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ തുടർന്നു കൊണ്ടിരിക്കും. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എന്റെ പ്രേക്ഷകർക്കെല്ലാം ഞാൻ നന്ദി അറിയിക്കണം. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഈ പറഞ്ഞ വാർത്തകളൊക്കെ ഷെയർ ചെയ്ത് മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഞാൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാണ്. നമുക്ക് ഇതിന്റെ അപ്ഡേഷൻ പിന്നെ അറിയിക്കാം. നന്ദി, നമസ്കാരം.